രാധേ എന്ത് പണിയായി കാണിച്ചത്? നോക്ക, ഭാര്യയും ഭർത്താവും പിണങ്ങുന്ന സാധാരണമാണ്. അതിന് നീ വീട് വിട്ടിറങ്ങിപ്പോണോ? നമ്മൾ തമ്മിൽ പിണക്കമാണെന്ന് വിചാരിച്ച് നമ്മുടെ കുഞ്ഞെന്ത് പഠിച്ചു? പാവം അവിടെ കിടന്ന് കരയുന്നു. ഞാൻ നിന്റെ ഭർത്താവാണ് വിളിക്കുന്നത്, നീ കാറി കയറ്. എനിക്ക് ഭർത്താവില്ല, കുഞ്ഞുമില്ല, ശല്യപ്പെടുത്താതെ പോണം. ശരി, ഞാൻ നിന്റെ ഭർത്താവല്ല, സമ്മതിച്ചു. പക്ഷെ ആ കുഞ്ഞെന്ത് പഠിച്ചു? പാവ ഒരു സാരി വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചില്ല. അതിന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നിരിക്കാം. ഈ ചേട്ടാ ഒന്ന് പറയാ. ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. എനിക്കൊരു മറവി പറ്റിപ്പോയി. നിനക്ക് ഒന്നല്ല, ഞാൻ 9 സാരി വാങ്ങിച്ചാൽ ഇപ്പൊ വാങ്ങിച്ചാൽ ഇപ്പൊ പൈസ എടുത്തില്ല, പിന്നെ വാങ്ങിച്ചാൽ. എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ചോദിക്കുക, എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്റെ അമ്മ എന്നോട് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. എനിക്ക് കല്യാണം കഴിക്കാൻ പ്രായമായെന്ന്. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു പൊന്നുമോൻ തന്നെ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ. അങ്ങനെ ഈ പൊന്നുമോൻ കണ്ടുപിടിച്ച പെണ്ണാണ് ഈ നിൽക്കുന്ന പെൺകുട്ടി. അത് നിങ്ങൾ മാത്രം അങ്ങ് തീരുമാനിച്ചാ മതിയോ? എന്റെ ഗാഥ ഞാൻ എന്റെ ഹൃദയം തുറന്ന് നിന്നെ കാണിച്ചില്ലേ? എനിക്കറിയാം നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന്. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. ഐ ഹേറ്റ് യു. ഇറ്റ്സ് ഇംപോസിബിൾ. സീ, ഇത്രയും സുന്ദരനായ സൽസ്വഭാവിയായ ചക്കരക്കുട്ടനായ ഒരു പെൺകുട്ടിക്ക് മനോഹരമായ ഒരു ജീവിതം വാഗ്ദാനം ചെയ്യാൻ കഴിവുള്ളവനായ ഈ ഉണ്ണികൃഷ്ണനെ ഗാഥയ്ക്ക് ഒരിക്കലും വെറുക്കാൻ പറ്റില്ല. ഇറ്റ്സ് ഇംപോസിബിൾ. എന്നോട് പറ ഐ ലവ് യു. ഈ മനുഷ്യന് നാണമില്ലേ? കവിതയുമായി നിന്റെ ചോടിയിൽ വിരിയും അലരിനാളികൾ മധുമുകരും. എങ്ങനെ 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 ഇതെന്തൊരു ശല്യം! Wherever you go, I am there. എന്താ പറഞ്ഞേ? Tell me. Wherever you go, I am there. Wherever you go, I am there. വട്ടാണല്ലേ? ഇവിടെ തല പോഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാ. ഓഹോ, അപ്പൊ ഇതാണ് പരിപാടി അല്ലേ? സ്വന്തമായിട്ട് ക്യാപ്ഷൻ എഴുതാൻ കഴിവില്ലാത്തതുകൊണ്ട് വല്ലവരും പറയുന്ന ക്യാപ്ഷൻ എഴുതി വിറ്റ് കാശാക്കാം. ഞാൻ സമ്മതിക്കില്ല. എന്റെ ക്യാപ്ഷനാണ് എനിക്ക് വേണം. എന്റെ പ്രോഡക്റ്റ് പരസ്യം ചെയ്യാൻ ഞാൻ ആർക്കും കൊടുക്കില്ല. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ദയവ് ഇത് ബഹളം ഉണ്ടാക്കില്ല, പ്ലീസ്. ബഹളമൊന്നും ഉണ്ടാക്കുകയല്ല. ഞാൻ നേരെ MD എടുത്ത് പോയി പറയും, ഇത് എന്റെ ക്യാപ്ഷനാണ്, ഇത് ആർക്കും കൊടുക്കില്ല, ഇത് എനിക്ക് വേണം എന്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ. Wherever you go, I am there. ഗാഥാ ജാം. അയ്യേ, ഈ ക്യാപ്ഷൻ നിങ്ങളുടെ പ്രോഡക്റ്റിന് പറ്റില്ല. പറ്റില്ല? പറ്റില്ല. എന്റെ ജാം ആരും വാങ്ങിച്ച് തിന്നണ്ട, ഞാൻ തിന്നോളാം. എന്റെ ക്യാപ്ഷൻ ഞാൻ കൊടുക്കില്ല, തരില്ല 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 തരില്ല. അയ്യോ പ്ലീസ്, അരുത്. ഞാൻ എന്ത് വേണേലും ചെയ്യാം, പോകരുത്. എന്ത് വേണമെങ്കിലും ചെയ്യോ? ചെയ്യാം. അതെ, വേണ്ട, ഞാൻ പോയി പറഞ്ഞേക്കാം. അയ്യോ പറയരുത്, പറയരുത് പ്ലീസ്. പിന്നെ വാക്ക് മാറരുത്. ഇല്ല. സത്യം? സത്യം. ഇതെന്താ സത്യം? ഞാൻ പോയി പറഞ്ഞേക്കാം. അയ്യോ വേണ്ട, പറയരുത്. ശരി എങ്കിലേ എന്നോട് പറ ഐ ലവ് യു. ഞാനിപ്പോ പോയി പറയും, കമ്പനി പൂട്ടും, MD തൂങ്ങും, ഗാഥയുടെ പണി പോകും. ഓക്കെ. അയ്യോ പറയാം. പിന്നെ പറയാൻ ഇത്ര പ്രയാസം എന്തോന്ന്? ഐ ലവ് യു എന്ന് പറയൂലല്ലേ? പറയാം. ഇല്ലെങ്കിൽ ഞാൻ പോയി പറയാം. ഓക്കെ, ടെൽ മീ. I love you. ഐ ലവ് യു. ഈ ഐ ലവ് യു ആർക്ക് വേണം? കേൾക്കുന്നതിനകത്തൊരു സുഖം വേണ്ടേ? ഇങ്ങനെ പറയൂ, ഐ ലവ് യു. I love you. ഐ ലവ് യു. MD പിന്നെ ഐ ലവ് യു എന്ന് പറ. I love you. ഐ ലവ് യു. ഇതെന്താ ഐ ലവ് യു? ഓക്കെ ഓക്കെ ഓക്കെ. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു അങ്ങനെ പറ. MD എന്നാ കെട്ടിപ്പിടിച്ചു പറ ഐ ലവ് യു. I love you. ഐ ലവ് യു. ഇതെന്താ ഐ ലവ് യു? എനിക്ക് പ്രശ്നമൊന്നുമല്ല, ഞാൻ പോയി പറഞ്ഞേക്കാം. MD കെട്ടിപ്പിടിച്ച് ഐ ലവ് യു, ഐ ലവ് യു എന്ന്. MD കെട്ടിപ്പിടിച്ച്
നിങ്ങൾക്ക് ആരാ? അല്ല പാട്ടല്ലേ, കുറച്ച് കളർഫുൾ ആവുമല്ലോ. ബാക്കിൽ ഇങ്ങനെ ഡാൻസ്. അയ്യോ, നിന്റെ ഡാൻസ് കൊണ്ട് തന്നെ ഞാൻ പൊറുതി മുട്ടിയിരിക്കുക. എവിടെയെങ്കിലും ആണും പെണ്ണും ഡ്യൂറ്റ് പാടാൻ തുടങ്ങുമ്പോഴത്തേക്കും കയറി വന്നോളും. നിനക്കൊക്കെ ചോദിക്കാനും പറയാനും വീട്ടിലാരുമില്ലേ? പൊടി വീട്ടിൽ പൊടി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഉള്ളൊരു പെൺകുട്ടിയല്ല ഞാൻ. നിങ്ങളുടെ സ്വപ്നത്തിലുള്ള ഒരു ഭാര്യയാവാൻ എത്ര ശ്രമിച്ചാലും എനിക്കാവില്ല. ഞാൻ എന്താണ്, ഏതാണ്, എങ്ങനെയുള്ളവളാണ് എന്ന് നിങ്ങൾക്കറിയില്ല. ഞാനൊരു അഹങ്കാരിയാണ്, അസൂയ നിറഞ്ഞവളാണ്. എന്നെ പോലെ ഒരു വൃത്തിയുടെ പെണ്ണിനെയാണോ നിങ്ങൾക്ക് ആവശ്യം? പറയൂ. ഇത്രയുമൊക്കെ ആയ എന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? പറയൂ. Tell me. Still I love you. നിന്നെ കണ്ടു, ഇഷ്ടപ്പെട്ടു. അത് തെറ്റായി പോയെങ്കിൽ ഈ നിമിഷം എല്ലാം മറക്കാൻ ശ്രമിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്കൊന്നേ പറയാനുള്ളൂ. പൂർണ്ണ മനസ്സോടെ, ആത്മാർത്ഥതയോടെ, സത്യസന്ധതയോടെയാണ് ഞാൻ നിന്നെ സ്നേഹിച്ചത്. മൈ ലവ് ഫോർ യു സിൻസിയർ. സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഇത്രയും പറയാൻ വേണ്ടിയിട്ട് കുറെ ദിവസമായി നിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. ഐ എം സോറി. എന്റെ ഗാഥയെ ഒരിത്തിരി കളിപ്പിച്ചു എന്ന് വെച്ച് എന്നോട് ഇത് ചെയ്യണമായിരുന്നു. എങ്കിലും ഗാഥയെ, എന്നെ ഇത്രയും വെറുക്കാൻ ഞാൻ എന്ത് തെറ്റാ ഗാഥയോട് ചെയ്തത്? ഇല്ല. നീ എവിടെ പോയാലും ആരോടൊപ്പം ജീവിച്ചാലും ഞാൻ മറക്കില്ല, വെറുക്കില്ല, ഒരിക്കലും. ഞാൻ ഉന്നെ മറക്കില്ല, വെറുക്കില്ല, ഒരിക്കലും. ഒരു കാര്യം ചോദിക്കണം. എന്താ? ചോദിക്കാൻ എന്തോ ചോദിക്കണം എന്ന് വെച്ചു, മറന്നു. ഞാനും എന്തോ ചോദിക്കണം എന്ന് വെച്ചു. വേണ്ട, വരട്ടെ. ഒന്ന് വിളിക്കായിരുന്നില്ലേ എന്നെ കൂടെ? എന്നെ എന്തിനാ വിളിക്കുന്ന? ഞാനാര്? മണ്ടി, മരമണ്ടി. എല്ലാം എന്റെ കുഴപ്പം തന്നെ. വെറുതെ ഓരോന്ന് മോഹിക്കും. പെട്ടെന്ന് ഓർത്തു എന്താ ചോദിക്കേണ്ടതെന്ന്. വേഗം ചോദിച്ചോളൂ, ഇനി മറക്കുന്നതിന് മുമ്പ്. പോരുന്നോ എന്റെ കൂടെ? തീരം തേടുമോളം പ്രേമഗീതങ്ങൾ തന്നു. ഈണം ചേർത്തു ഞാനിന്നു നിൻ കാതിൽ പറഞ്ഞു. ഈ രാവിൽ നീ എന്നെ തൊട്ടുണർത്തി. നിന്നങ്കുലികൾ ആളിക്കും ഞാനൊരു ചിത്രവിപഞ്ചികയാ. താരം ഭൂമിയെ ചിമ്മിയ മന്ദം മന്ദം മായുമ്പോൾ പുഷ്പതലത്തിൽ ഞാനുറങ്ങും. തീരം തേടുമോളം പ്രേമഗീതങ്ങൾ തന്നു. ഈണം ചേർത്തു ഞാനിന്നും കാതിൽ പറഞ്ഞു. ആഷിക് എന്തോ തകർപ്പൻ പെർഫോമൻസ് ആയിരുന്നു. അടിപൊളി. ഞങ്ങളൊക്കെ ഫുൾ എൻജോയ്മെന്റിലായിരുന്നു. താങ്ക് യു. മോള് പേരെന്താ? സേറ. സേറ ക്യൂട്ടായിരുന്നു. അടിപൊളിയായി ചെയ്തു സേറ. താങ്ക് യു. ഓക്കെ, നമുക്ക് നമ്മുടെ ചേട്ടനും ചേച്ചിമാരുടെ ചോദിക്കാം. സൗഭാഗ്യ ചേച്ചി. ഫസ്റ്റ് ഓഫ് ഓൾ ആഷിക്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ഒരു പെർഫോമൻസ് നോക്കുമ്പോഴത്തേക്കും ആഷിക് ഇങ്ങനെ പൊളിച്ചടുക്കി. ഇന്നത്തെ പെർഫോമൻസ് അത്രയും ഇഷ്ടപ്പെട്ടു. ചിരിച്ചത് ത്രൂ ഔട്ട് നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്നാ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ഏജിൽ വേറൊരു കുട്ടിക്ക് ഇത്രയും ഗംഭീരമായിട്ട് ലാലേട്ടൻ്റെ മാനറിസംസും അതും ഇത്രയും ഡയലോഗ്സ് ഒരു ഒറ്റ പ്രാവശ്യം പോലും ടൈമിങ് തെറ്റാണ്ട് പറയാന്ന് പറഞ്ഞാൽ അതൊരു ഈസി ജോബേ അല്ല. റിമാർക്കബിൾ പെർഫോമൻസ് ആയിരുന്നു ആഷിക്. കിടിലനായിരുന്നു, കിടിലൻ. നിന്റെ എനർജി ലെവൽ എന്നൊക്കെ പറഞ്ഞാൽ
ത്രൂ ഔട്ട് എ പെർഫോമൻസ് ഫുൾ സ്റ്റേജ് ഒക്കെ യൂസ് ചെയ്ത് എല്ലാ ഈ ഓരോ ഡയലോഗ്സിന് ഇടയ്ക്കും എനിക്ക് ഈ ലാലേട്ടനെ തന്നെയാണ് കാണാൻ പറ്റിയത് മോനിൽ. സോ ഒത്തിരി എൻജോയ് ചെയ്തു. ആൻഡ് മോൾ അത്രയും ക്യൂട്ടായിരുന്നു. റിംഷ പറഞ്ഞ പോലെ ഒരു ക്യൂട്ട് ഗാഥ. അപ്പോൾ അന്നപ്പോൾ തൊട്ട് അമ്മ തന്നെ പറഞ്ഞു കുട്ടി വേർഷൻ ഓഫ് ഗാഥനെ പോലെ തന്നെയായിരുന്നു. എക്സാക്ട് ഒരു സ്മോൾ വേർഷൻ. നല്ല ക്യൂട്ടായിട്ട് പെർഫോം ചെയ്തു. രണ്ടുപേരുടെയും കൂടെയുള്ള ആ പെർഫോമൻസ് എന്ത് ക്യൂട്ടായിരുന്നല്ലേ കാണാൻ. വി ഫെൽ ലൈക്ക് ഓരോ മൊമെന്റ്സ് ആകുമ്പോൾ നമുക്കിങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇത് പിന്നെയും കാണാൻ തോന്നുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു. സീരിയസ്ലി. കാരണം ഈ ഒരു സീൻ ലാലേട്ടൻ ഇങ്ങനെ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സീനാണ്. അപ്പോൾ അത്രയും ഇതിനകത്ത് കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അത് നേരെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫുൾ ആ ഒരു സീൻ ഫ്ലോപ്പായി പോകും. പക്ഷേ ആഷിഖ് രണ്ടുപേരും കൂടി 100% ജസ്റ്റിസ് ചെയ്തു ഈ ഒരു സീനിൻ്റെ അടുത്ത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സൂപ്പർബായിരുന്നു. വിവേകേട്ടാ ഫസ്റ്റ് ത്രൂ ഔട്ട് തുടങ്ങി അവസാനം വരെയും ചെറിയൊരു സിനിമ കണ്ട ഫിലിം. 3-4 സിനിമയുടെ മിക്സിംഗ് ഒക്കെ എടുത്തുവെങ്കിലും എല്ലാ സീൻസും നല്ല കറക്റ്റ് മാച്ചിങ് ആയിട്ട് നിങ്ങൾ കൊണ്ടുവന്നു. അതെ, ആ എഡിറ്റ് പക്കയായിരുന്നു. വേറെ എഡിറ്റ്സ് വരണുണ്ടായിരുന്നു, അതും സൂപ്പർബായിരുന്നു. അത് വേറെ സിനിമയുടെ ആണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ തോന്നിയില്ല. ചെയ്തില്ല. കാരണം നിങ്ങളെല്ലാം അത്ര ഭംഗിയായിട്ട് അത് ചെയ്ത് വലിപ്പിച്ചു. നിങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് പോർഷൻ അടിപൊളിയായിരുന്നു. മറ്റേ ആര്യ പിണങ്ങി വന്നിട്ടാണ് സാരി ആ സീൻ. അത് സീൻ സെലക്ട് ചെയ്തത് എല്ലാം നല്ലായിരുന്നു. എല്ലാ ഇമ്പോർട്ടൻറ്റ് സീൻസും ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ മാനറിസംസ് ഒക്കെ അതേപോലെ കാണിച്ചു. പിന്നെ എനിക്ക് ചേച്ചി പറഞ്ഞ ഒരു വാലിഡ് പോയിന്റ് ആയിട്ട് തോന്നി. കാരണം ഈ ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അത് ഫുള്ള് ഉള്ളൊരു സംഭവമാണ്. അത് അതേപോലെ കാണിച്ചില്ലെങ്കിൽ ഇതൊരു പക്ക ഫ്ലോപ്പായിരിക്കും. പക്ഷെ അത് നിങ്ങൾ 100% അതേപോലെ ആ ഒരു മൂവി കണ്ടൊരു എഫക്റ്റ് തന്നെ ഉണ്ടായിരുന്നു. കീപ് ഇറ്റ് അപ്പ് ആഷിഖ്. വെരി ഹാപ്പി. പിന്നെയും ഒരു നല്ലൊരു പെർഫോമൻസ് ആഷിഖിന്റെ കണ്ടതില്ല. എനിക്ക് ഇതിൽ ആഷിഖ് ലാലേട്ടൻ ഫാനായിട്ടല്ല ഞാൻ കണ്ടത്, ജൂനിയർ ലാലേട്ടനായിട്ട് തന്നെയാണ് ഞാൻ കണ്ടത് കേട്ടോ. മാത്രമല്ല അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ ഇവിടെ ചിരിച്ചൊരു സംഭവം ഉണ്ട്. മറ്റേ സാരി നിനക്ക് ഇപ്പോൾ 9 സാരി മേടിച്ചത് ഇപ്പൊ മേടിച്ചത് ഇല്ല, ഇപ്പൊ പൈസ എടുത്തില്ല, പിന്നെ മേടിച്ചത്. അതൊക്കെ അതൊക്കെ വളരെ നല്ലായിരുന്നു ആ സംഭവമൊക്കെ. എങ്ങനെ ആഷിഖ് ഇത്രയും എത്ര പ്രാവശ്യം കണ്ടു? സീൻസ് ഒക്കെ എത്ര പ്രാവശ്യം കണ്ടു? ഞാൻ സിനിമ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അത് ആക്കാൻ വേണ്ടി എന്റെ ഷൈജു സാറാണ് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് എടുത്തിട്ടുള്ളത്. കാരണം എക്സാക്ട്ലി അതേ എനർജിയിൽ ചെയ്തു. ഇതിലും എനിക്ക് ഇപ്പോഴും ആ പോകുന്നത് എനിക്ക് പാട്ടൊക്കെ ആലോചിച്ച് സത്യം എനിക്ക് ഇപ്പോഴും ചിരി വന്നുകൊണ്ടിരിക്കുക. ആ സംഭവങ്ങളൊക്കെ ആലോചിച്ച് ഭയങ്കര നന്നായിട്ട് ചെയ്തു കേട്ടോ, ഭയങ്കര നന്നായിട്ട് ചെയ്തു. പക്ഷേ ഈ സംഭവമാണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതൊന്നും നമ്മൾ വന്നപ്പോൾ ഡ്രസ്സിങ് ഇതൊന്നും കണ്ട പറഞ്ഞില്ല. പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സിങ്ങോ എല്ലാം കറക്റ്റ് മാച്ചിങ് ആണ്. എല്ലാം നമുക്ക് ഒന്നും നെഗറ്റീവ്സ് പറയാനായിട്ട് ഒന്നും ഇല്ല ഇതില്. എനിക്ക് റിംഷ ഫസ്റ്റ് ടൈം അല്ലേ കാണുന്നത്, എങ്ങനെ ഫീൽ ചെയ്തു? ഞാനൊരു ആഷിഖ് ഫാനായി മാറിയിരിക്കുകയാണ്. ഇമ്മടി വലിയൊരു ഫാൻ.